അത് നോക്കിയേ. അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാ. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാകാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നേ? നീ അല്ലേ പറഞ്ഞ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കേട്ടോ. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകല്ലോ ഒരു പെയിന്റ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ രണ്ട് എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുമ്പോൾ എനിക്ക് 2 മാസം. 2 മാസമോ? ഇതിനോ? ഒന്ന് പോമാശേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തുനിന്ന് വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചെയ്യാൻ വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലേ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുള്ള എഴുതി വെച്ചുകൂടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ, മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, സീൻ ഇറക്കാൻ കെട്ടിയെടുക്കണം. അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് പോയാൽ വഴി കാണിച്ചു തരാം. പ്രശ്നം കാണുമല്ലോ. ഈ റോഡിന്റെ മൂടുന്നായി ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിയൊക്കെ വന്നേ. കൊണ്ടൊന്നും തോന്നരുത്, നീ കാണിച്ച മഹാബോറായിപ്പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്ന നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, അതെ, നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്നും സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടിയില്ല. അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെയല്ലേ ഇവന്റെ വലിയ സപ്പോർട്ട്. ഞാൻ അവിടെ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ. ചിൽ. അതെ, നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് കയറി ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി സോറി. എടോ, താൻ നേരത്തെ പറഞ്ഞോരില്ലേ എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട് ഫ്രണ്ടില്ലേ, അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ഇനി മേലെ നിങ്ങളുടെ എക്സിബിഷൻ്റെ എഴുത്ത് വന്നത് മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ, പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ, സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയി.
അത് ശരിയാ, പക്ഷേ തന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു കെൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ, ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ലേ. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിങ്ങ് കൊള്ളും, പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. അതെ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ സിറ്റിയിലേക്ക് പോകാൻ വല്ല ബസ്സോ ഓട്ടോയോ വല്ലതും കിട്ടുമോ? ഓ, നമ്മൾ ഇവിടുത്തെ കാര്യം അല്ലല്ലോ അല്ലേ. ഇതിലൊക്കെ കയറിയാൽ ഇറങ്ങേണ്ട സ്ഥലം അറിയാമോ? നന്നായി. ഏതായാലും ഞാൻ അവിടുന്ന് മുങ്ങി. വേണമെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. പോകേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വല്ലതും അറിയാമോ? ആ, അഡ്രസ്സ് ബാഗിലുണ്ട്. എന്നാ പോകാൻ നടക്കും. അവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടെ നല്ല പൊളി ആംബിയൻസ് ആണ്, നല്ല നൈസ് ബീച്ചാണ്. ഞാൻ ഒരു ബീച്ചിൽ പോയിട്ടില്ല കൊച്ചിയില്. സാറെന്ത് പരിപാടിയെ കാണിച്ചത്? സാറിന് വേണ്ടെങ്കിൽ വാങ്ങണ്ടത്, ഞങ്ങൾക്ക് ജീവിക്കാനാണ് സാറേ. ഇതിനെ വായ കുത്തിക്കിട്ടാണോ താൻ ജീവിക്കുന്നത്? ചത്താനെയും ചീഞ്ഞേനെയൊക്കെ വെച്ച് വിൽക്കുന്നതും പോരാ. അത് സാറേ, ഇത് മീനാണ്. വെള്ളത്തിൽ വെച്ച് കരക്കിട്ടാ ജീവൻ ഉണ്ടാവില്ല. അത് ചത്തോ. സാറിന് ജീവനോടെ വല്ല മാർഗണ്ടി സാറ് പറ. ഞാൻ അങ്ങനെ എന്താണ് പ്രശ്നം? പറ. സാറിനെ ചത്ത മീനെ കണ്ടുകൂടാന്ന് ഉച്ചയെ സാറിനെ വിളിച്ചു വെക്കോ, അല്ലെ സാറ് കൈ വാങ്ങും. അയ്യോ മാഡ് ബോയ്, നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയേ? താൻ കണ്ടതല്ലേ അയാളെ ചത്ത മീനും കൊണ്ട് വായ കുത്തിക്കാൻ വന്നത്? സോ നീ ആദ്യമായിട്ടാണ് ഒരാൾ മീൻ വിൽക്കുന്നത് കാണുന്നത്? ഓവർ റിയാക്ട് ചെയ്തിട്ട് ഒരു പന്ന ന്യായം കൊണ്ട് വരല്ലേ? ഞാനാണ് ഓവർ റിയാക്ട് ചെയ്തത്, അപ്പൊ അയാൾ ചെയ്തൊക്കെയാണോ? പിന്നെ നീ കാണിച്ചതൊക്കെ എന്താ? കേറ്. ഇത് JPയുടെ വീടല്ലേ? എടോ, ഞാൻ വൈകുന്നേരം പറഞ്ഞില്ലേ എനിക്ക് കുറച്ചധികം ദേഷ്യക്കൂടുതലുണ്ടെന്ന്. അപ്പൊ ശരി, ഓക്കെ, ബൈ. നിഹ, ഇത് നിന്റെ ബാംഗ്ലൂരല്ല, മനുഷ്യൻ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന കൊച്ചിയാണ്. വല്ലവൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് വല്ലപ്പോഴും വന്ന് കയറുന്ന പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. പിന്നെ ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത്? നീ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം നീ ചെയ്യുന്നതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നിന്റെ അമ്മ എങ്ങാനും വിളിച്ചു ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അമ്മയടുത്ത് പറയാനാണെങ്കിൽ എനിക്കുണ്ട് കുറേ കാര്യങ്ങൾ. അങ്കിളിന് അറിയാലോ. വെറുതെ എൻ്റെ ബാധ ഉറപ്പിക്കരുത്. ഞാൻ എല്ലാം മറന്നിട്ടാണ് ഇവിടെ ഒന്ന് താമസിക്കുന്നതെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. അമ്മ പറഞ്ഞു, ഞാൻ വന്നു. എനിക്ക് വേറെ നല്ലൊരു സ്ഥലം ശരിയാകുന്നിടത്ത് സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതുവരെ എന്നെ എൻ്റെ പാട്ടിന് വിടുന്നേ നല്ലത്. നിഹ, ഉച്ച വെക്കാതെ.